ന്യൂ ഓർലാൻഡ്സ്, ലൂസിയാന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 2018 ജനുവരി 26. അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാനയുടെ തെക്കുകിഴക്കൻ പ്രവേശിയിലുള്ള ഒരു പട്ടണമാണ് ന്യൂ ഓർലാൻഡ്സ്. പ്രസിദ്ധമായ മിസിസിപ്പി നദിയുടെ ഇരുകരകളിലുമായി പരന്നുകിടക്കുന്ന ഒരു മനോഹര നഗരം. മറ്റ് അമേരിക്കൻ സിറ്റികൾ പോലെയല്ല, ന്യൂ ഓർലാൻഡ്സിന് തനതായ ഒരു സംസ്കാരമുണ്ട്. സംഗീതം, പാചകം പോലെയുള്ള മേഖലകളിൽ സ്വന്തമായ നിലപാടുകളുണ്ടവർക്ക്. മാർട്ടിഗ്രാ പോലുള്ള സാംസ്കാരിക പരിപാടികൾ ലോക പ്രശസ്തമാണ്. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 120 മൈൽ ഉള്ളിലേക്ക് കയറിയാണ് ഡ്രഗ്സ് അവന്യൂ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയ. പേരുകേട്ടാൽ ഒരു വൻ പാർപ്പിട സമുച്ചയം പോലെ തോന്നുമെങ്കിലും അവിടെ ആകെ ജനവാസമുള്ളത് 10-12 വീടുകളിൽ മാത്രം. ആകെ അവിടെയുള്ള ഒരു പൊതുസ്ഥാപനം എന്ന് പറയാനുള്ളത് ഒരു പെട്രോൾ പമ്പാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്യാരേജും ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ടായിരുന്നു. സ്ഥലത്തിനുള്ള വിലക്കുറവ് കൊണ്ട് മാത്രമാണ് അവിടെയുള്ളവർ ആ ടൗൺ വിട്ടുപോകാത്തത്. കാരണം ടൗണിൻ്റെ ഒത്ത നടുക്ക് തന്നെ വലിയൊരു ശ്മശാനമുണ്ട്. 2 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പടുകൂറ്റൻ സെമിത്തേരി. ആ നാട്ടുകാർ പറയുന്നത് ഗവൺമെന്റിന് അവിടെയുള്ള മനുഷ്യരെക്കാളും താല്പര്യം ആ പുരാതന ശവക്കല്ലറകളോടാണെന്നാണ്. കാരണമുണ്ട്. ന്യൂ ഓർലാൻഡ്സ് സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഒരിക്കലും വിട്ടുപോകാതെ കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ആ ശ്മശാനം. വൂഡു സിമിത്തേരി എന്നറിയപ്പെടുന്ന ആ കല്ലറകൾ വളരെ വിചിത്രമാണ്. മിക്കതും ഭൂമിക്ക് മുകളിലാണ്. നമുക്ക് കല്ലറകളിൽക്കുള്ളിൽ കയറി നടക്കാനാകും. വാതിലുകളും ജനലുകളും ഒക്കെയുള്ള കുഴിമാടങ്ങൾ. അവിടെ ഇപ്പോഴും ആത്മാക്കൾ വിഹരിക്കുന്നുണ്ടത്രേ. 6 മണി കഴിഞ്ഞാൽ ആരും തന്നെ ആ വഴി നടക്കാറില്ല. ടൗണിന് ശാപമാണ് ആ കല്ലറകൾ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു പുരാതന സംസ്കാരത്തിന്റെ ഭാഗമായി ഇപ്പോഴും പരിരക്ഷിക്കപ്പെടുന്നു. പൊതുവെ ആ നാട്ടുകാർ സന്തുഷ്ടരല്ല. എല്ലാവരുടെയും മുഖം മ്ലാനമായിരുന്നു എപ്പോഴും. കാരണം ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കണം. ഒരു ജോലിക്കായി മൈലുകളോളം സഞ്ചരിക്കണം. ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ ടൗൺ തന്നെ ഉപേക്ഷിക്കണം. പെട്ടെന്ന് അസുഖമോ മറ്റോ വന്നാൽ ആംബുലൻസിന് കാത്തു നിൽക്കാനാവില്ല. സ്വയം ഡ്രൈവ് ചെയ്ത് അടുത്ത സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വികസിത രാജ്യമായ അമേരിക്കയിൽ ഇങ്ങനെയും ചില സ്ഥലങ്ങളുണ്ടെന്ന് ചെന്നു കണ്ടെങ്കിലേ വിശ്വസിക്കാനാകൂ. സ്ഥലവിവരണം വല്ലാതെ നീണ്ടുപോകുന്നല്ലേ? കഥ തുടങ്ങട്ടെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. തണുത്തു വിറങ്ങലിച്ച ഒരു ജനുവരി ദിവസം. തലേന്ന് രാത്രി മുഴുവൻ മഴയായിരുന്നു. റോഡുകൾ വിജനമായി കിടന്നു. ആകെ ഒരു കുതിർന്ന ദിവസം. ഒപ്പം മൂർച്ചയുള്ള ഒരുതരം കാറ്റും. സ്റ്റെല്ല ലെവിൻ, അവളെ ആകട്ടെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. രാവിലെ തന്നെ ഉണർന്ന് വീട്ടുജോലികളെല്ലാം തീർത്ത് സ്റ്റെല്ല കോളേജിലേക്ക് പോകാൻ തയ്യാറായി. യൂണിഫോം ഇട്ട് നിന്നാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒപ്പം അന്ന് ക്ലാസ്സിലേക്ക് വേണ്ടി റെഫർ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് മേശപ്പുറത്ത് തുറന്നു വെച്ച് വായിക്കുന്നുണ്ടായിരുന്നു. 15 മിനിറ്റാണ് അവൾ തനിക്ക് അനുവദിച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അത് കഴിഞ്ഞതും ബുക്ക് അടച്ചു വെച്ച് വായിച്ചതെല്ലാം ഒരു നിമിഷം മനസ്സിൽ ഉരുവിട്ടു. തുടർന്ന് പാത്രങ്ങൾ കഴുകാനായി സിങ്കിലേക്കിട്ട് തിടുക്കത്തിൽ അവൾ സ്വീകരണ മുറിയിലേക്കെത്തി. അമ്മ മാർഗരറ്റ് ലെവിൻ അവിടെ തൻ്റെ വീൽചെയറിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ഇന്നലെ രാത്രിയും ഉറങ്ങിയില്ല അല്ലേ? സ്റ്റെല്ലയുടെ സ്വരത്തിൽ അല്പം നീരസമുണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും പ്രയോജനമില്ല. നല്ല മഴയായിരുന്നു മോളെ. അമ്മയുടെ പതിഞ്ഞ സ്വരം. ചിലപ്പോ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് TV കണ്ടിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് സിറ്റിയിലല്ലേ. ഇവിടെ ഒന്നും ഒരിക്കലും വെള്ളം പൊങ്ങൂല. അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കുടിച്ച് ഗുളികയെല്ലാം കഴിച്ച് നല്ല കുട്ടിയെ കിടന്നുറങ്ങ് കേട്ടോ. അവൾ സ്നേഹത്തോടെ അവരുടെ നരച്ച മുടിയിഴകൾ തലോടി. അതിരിക്കട്ടെ, പപ്പ എന്തിയേ? ഒരു ദീർഘനിശ്വാസമായിരുന്നു മറുപടി. സ്റ്റെല്ലയുടെ മുഖം വാടി. ഓഹോ, രാവിലെ തന്നെ ബേസ്മെന്റിലേക്ക് ഇറങ്ങിയോ? എനിക്കൊന്ന് കാണണമായിരുന്നു. അവൾ താഴെ ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളിലേക്ക് നോക്കി. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വാതിൽ പൂട്ടിയിരുന്നു. ഇംഗ്ലീഷിലും സ്പാനിഷ് ഭാഷയിലും ആ വാതിലിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. അല്പസമയം ആലോചിച്ച് നിന്നതിന് ശേഷം അവൾ നടന്നു ചെന്ന് ആ വാതിലിൽ മുട്ടി. പപ്പ അവിടെയുണ്ടോ? ഉറക്കെ വിളിച്ചു ചോദിച്ച ശേഷം അവൾ കാതോർത്തു. മറുപടിയില്ല. അവൾ പതിയെ കുനിഞ്ഞ് തൻ്റെ ചെവി ആ വാതിലിൽ ചേർത്ത് വെച്ചു. പതിയെ പതിയെ അവളുടെ മുഖത്ത് വെറുപ്പ് വന്നു നിറഞ്ഞു. അകത്തുനിന്ന് കേട്ട മന്ത്രോച്ചാരണങ്ങളാണ് അവളെ അസ്വസ്ഥയാക്കിയത്. ഓർമ്മ വച്ച കാലം മുതലേ അവളെ അലട്ടുന്ന ഒരു പ്രശ്നമാണത്. അവൾക്കെന്നല്ല, ഈ ലോകത്താർക്കും അറിയില്ല അവളുടെ പപ്പ ആ ബേസ്മെന്റിൽ എന്താണ് ഈ ചെയ്യുന്നതെന്ന്.
ഒരിക്കൽ പോലും ആ വാതിൽപ്പടിക്കപ്പുറത്തേക്ക് കടക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിട്ടില്ല. അവളുടെ പപ്പ വാൾട്ടർ ലെവിൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്. ആരോടും അടുപ്പമില്ലാതെ, ആരുമായും ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വിചിത്ര മനുഷ്യൻ. കറുത്ത് കരുവാളിച്ചിരിക്കുന്ന ആ മുഖം കണ്ടാൽ തന്നെ പേടിയാകും. ദീർഘകാലത്തെ പട്ടാള ജീവിതം അയാളെ ഒരുതരം മരവിച്ച അവസ്ഥയിലെത്തിച്ചിരുന്നു. നാട്ടുകാർ ആരും അയാളുമായി ഇടപെടാറില്ല. പോരാത്തതിന് അയാളുടെ ബേസ്മെന്റ് ബിസിനസ് എന്താണെന്നറിയാത്തത് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയുണ്ടാക്കി. ദുർമന്ത്രവാദമാണെന്ന് ചിലർ, മയക്കുമരുന്നുണ്ടാക്കുകയാണെന്ന് മറ്റു ചിലർ. 2 വർഷം മുമ്പൊരിക്കൽ ഒരു സംഘം DEA ഏജന്റുമാർ വീട്ടിലെത്തിയിരുന്നതാണ്. രാത്രികാലങ്ങളിൽ ആ വീട്ടിൽ എന്തൊക്കെയോ വിചിത്ര ഇടപാടുകൾ നടക്കുന്നതായി നാട്ടുകാരിൽ ചിലർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നത്രേ. ബേസ്മെന്റിൽ നിന്നും പുക ഉയരുന്നതാണ് സംശയമുണ്ടാകാൻ കാരണം. ക്രിസ്റ്റൽ മെയ്തെൻഫെഡമൈൻ എന്നൊരു തരം മയക്കുമരുന്നുണ്ടാക്കുന്ന ഒരു ലാബ് അയാൾ നടത്തുന്നുണ്ടെന്നായിരുന്നു പോലീസിന് കിട്ടിയ രഹസ്യവിവരം. എന്നാൽ 2 കാറുകളിലായി ആഘോഷമായി വന്ന DEA സംഘം നിരാശരായി മടങ്ങേണ്ടി വന്നു. ബേസ്മെന്റിൽ തന്റെ ആരാധനാ കേന്ദ്രമാണെന്നും മതപരമായ കാരണങ്ങളാൽ അവിശ്വാസികളായ അന്യരെ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കാണിച്ച് അയാൾ മുൻപേ തയ്യാറാക്കിയിരുന്ന കോർട്ട് ഓർഡർ അവർക്ക് മുമ്പിൽ നിവർത്തി. റെയ്ഡ് ചെയ്യാൻ പോയിട്ട് ആ മുറിയിലൊന്ന് കാൽ ചവിട്ടാൻ പോലും ആകാതെ ആ ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടു. എന്തായാലും അയാളെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവുമില്ല. ആരുടെയും ഒരു സഹായവും അയാൾ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. കഠിനാധ്വാനിയായിരുന്നു അയാൾ. രാവിലെ 9 മണിയോടുകൂടി വീട് വിട്ടിറങ്ങുന്ന അയാൾ തന്റെ ട്രക്കിൽ അടുത്തുള്ള ടൗണുകളിൽ ഒരു മെയിൻ്റനൻസ് ഹാൻഡിമാനായി ജോലി ചെയ്യും. പ്ലംബിംഗ്, ഇലക്ട്രോണിക്സ്, പിന്നെ അത്യാവശ്യം വാഹന റിപ്പയറൊക്കെയായി അന്നേക്ക് വേണ്ട വരുമാനം അയാൾ സംഘടിപ്പിക്കും. നല്ലൊരു തുക സമ്പാദ്യമായി മാറ്റിവെച്ചിട്ടുമുണ്ട്. വളരെ മിതമായി മാത്രം മദ്യപിക്കുന്ന അയാൾ കൃത്യം 8 മണിക്ക് തന്നെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് 9:15 ഉറങ്ങാനായി പോകും. പട്ടാളച്ചിട്ടയിലാണ് കാര്യങ്ങൾ. അമ്മ മാർഗരറ്റ്, ആൻറ്റി മാഗി. വീൽചെയറിലാണ് സ്റ്റെല്ലയ്ക്ക് ഓർമ്മ വെച്ച കാലം മുതൽ. അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന എന്തോ അസുഖമാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി യാതൊരു ചികിത്സയും അവർക്കില്ല. ഉറങ്ങാനായി ഒരു ഗുളിക മാത്രം. ആരോടും സംസാരമില്ല. സ്റ്റെല്ല മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി പറയും. വിഷാദഭാവമാണ് സദാസമയവും. വാൾട്ടർ അവരെ തീരെ ശ്രദ്ധിക്കാറേയില്ല. അവർ 2 പേരും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് സ്റ്റെല്ലയ്ക്കറിയാം. ഒരുപക്ഷെ പപ്പായുടെ ജീവിതത്തിലെ ദുരൂഹതകളുമായി അതിനെന്തെങ്കിലും ബന്ധം കാണുമെന്നും അവൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അവർ 2 പേരും തയ്യാറല്ല. സ്റ്റെല്ലയ്ക്ക് പപ്പായോട് സംസാരിക്കാനേ ഭയമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വാഗ്വാദത്തിലേ അവസാനിക്കും. അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാറുമില്ല. അന്ന് വാതിലിൽ ചെവിയോർത്ത് നിന്ന സ്റ്റെല്ല പെട്ടെന്ന് നിവർന്നു നിന്നു. അകത്തുനിന്നും മന്ത്രോച്ചാരണങ്ങൾ നിലച്ചിരിക്കുന്നു. പപ്പാ, അവൾ വീണ്ടും വിളിച്ചു. വരുന്നു. അകത്തുനിന്നും അയാളുടെ പരുക്കൻ സ്വരം കേട്ടു. തുടർന്ന് എന്തൊക്കെയോ സാധന സാമഗ്രികൾ അടുക്കിപ്പെറുക്കി വെക്കുന്ന ശബ്ദം. സ്റ്റെല്ല ആകെ വിഷണ്ണയായി അവിടെ തന്നെ നിന്നു. 2 മിനിറ്റിനുള്ളിൽ ആ വാതിൽ തുറക്കപ്പെട്ടു. യെസ്, പറയൂ. അയാളുടെ മുഖം ക്രൂധമായിരുന്നുവെന്ന് തോന്നി അവൾക്ക്. ഒരുപക്ഷെ താൻ എന്തെങ്കിലും ശല്യമുണ്ടാക്കി കാണുമോ? എനിക്കൊരു ഹെൽപ്പ് വേണം. അവൾ ഒന്ന് പരുങ്ങി. കുറച്ച് കാശ് വേണം. എന്തിന്? അയാൾ അവളെ പുറകോട്ട് തള്ളിക്കൊണ്ട് വാതിലിന് വെളിയിലേക്കിറങ്ങി. നീ ഇവിടെ ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നോ? എന്തിനാ വാതിലിനോട് ഇത്രയും ചേർന്ന് നിന്നത്? അയാളുടെ ചോദ്യം തീക്ഷ്ണമായിരുന്നു. എന്ത് കേൾക്കാൻ? അവൾക്ക് ദേഷ്യം വന്നു. ഞാനെന്തിനാ ഒളിച്ചു കേൾക്കുന്നേ? അകത്തെന്തുണ്ടായിട്ടാ? എനിക്കറിയാം നിന്റെയൊക്കെ സ്വഭാവം. കള്ളത്തരമാണ് കയ്യിൽ നിറയെ. അയാൾ ആ വാതിൽ ഒരു വലിയ താഴിട്ട് പൂട്ടി. എന്തിനാ നിനക്ക് കാശ്? ഒരു $70 മതി. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. തിരിച്ചു കൊടുക്കണം. കോളേജിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് എന്തിനാ കാശ്? അത് എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിയതാ. എല്ലാം പപ്പയോട് പറയാൻ പറ്റുമോ? എനിക്ക് ചില പേഴ്സണൽ ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ടി വരും. ഞാനൊരു പെൺകുട്ടിയല്ലേ. നീ നിന്റെ പീരിയഡ്സിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ എനിക്ക് നന്നായി അറിയാം നിന്റെ ഡേറ്റ്സ് എല്ലാം. നീ എൻ്റെ മോളാണ്. നിനക്ക് പോലും അറിയാത്ത നിന്റെ പല കാര്യങ്ങളും എനിക്കറിയാം. ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. സോ കള്ളം പറയരുത്. എന്തിനാണ് നിനക്ക് കാശ്? അവൾ കൈത്തലം നെറ്റിയിലമർത്തി അല്പനേരം നിന്നു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു വരുന്നുണ്ടായിരുന്നു. നീയും നിന്റെ ഫ്രണ്ടും കൂടി ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോയി അല്ലേ? അതിനല്ലേ നീ അവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? സത്യം പറ. വാട്ട് ദ ഹെൽ? പപ്പ എന്താ പറയുന്നേ?
ചുമ്മാ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കുന്നതെന്തിനാ? അവളുടെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. യങ് ലേഡി, എന്റെ വീടാണിത്. ഇവിടെ ഇത്തരം ഭാഷകൾ ഞാൻ അനുവദിക്കില്ല. അയാൾ മുരണ്ടു. നീ അത്ര വലിയ പെണ്ണൊന്നുമായിട്ടില്ല. 17 വയസ്സല്ലേ ഉള്ളൂ നിനക്ക്. ഞാൻ പറയുന്നതിനനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി എൻ്റെ മോൾ. അല്ലെങ്കിൽ അറിയാലോ. അയാൾ പല്ലിറുമുന്ന ശബ്ദം കേട്ടു. പോക്കറ്റിൽ നിന്ന് പേഴ്സ് വലിച്ചെടുത്ത അയാൾ ഒരു $100 നോട്ടെടുത്ത് അവൾക്ക് നീട്ടി. സ്റ്റെല്ലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ മോള് സങ്കടപ്പെടാൻ പറഞ്ഞതല്ല പപ്പ. കണ്ണീര് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ശാന്തനായി. എനിക്ക് നിന്നിൽ എന്തോരം പ്രതീക്ഷയുണ്ടെന്നറിയാമോ? എനിക്കാകെ ഉള്ള ഒരെണ്ണമാ നീ. ഇതാ കാശ് വാങ്ങ്. അവൾ ആ നോട്ടിൽ തൊട്ടതും അയാൾക്ക് പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. നീ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നില്ലായിരുന്നോ? ഏതോ കോഫി ഷോപ്പിൽ. അവര് സാലറി ഒന്നും തരാറില്ലേ? അവളുടെ തല താഴ്ന്നു. ആ ജോലി പോയി പപ്പ. അവർ 2 ദിവസം മുമ്പ് എന്നെ പിരിച്ചുവിട്ടു. അതെന്തു പറ്റി? അത് അവർക്ക് രാത്രി വൈകി നിൽക്കുന്ന ആരെങ്കിലും വേണം. 9:30 വരെയെങ്കിലും നിന്നാലേ പറ്റൂ. എനിക്കത് പറ്റില്ലല്ലോ. 8 മണിവരെ ജോലി കഴിഞ്ഞ് അരമണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ട്. പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങാറാകും. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ പോലും സമയം തികയില്ല. രാവിലെ എഴുന്നേറ്റാണ് ഞാൻ പഠിക്കാറ്. അത് പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ സമ്മതിച്ചില്ല. കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വേറെ നോക്കുന്നുണ്ട്. ഈ സൂപ്പർവൈസർ. വാൾട്ടറുടെ മുഖം വീണ്ടും ക്രുദ്ധമായി. അവനെന്തിനാണ് നിന്നെ രാത്രി വൈകി അവിടെ നിർത്തിയിട്ട്? എന്താ അവൻ്റെ ഉദ്ദേശം? ചെറുപ്പം പെൺകുട്ടികളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തു ചെയ്യാനാ അവൻ്റെ പ്ലാൻ? വാട്ട്? സ്റ്റെല്ലയുടെ മുഖം വക്രിച്ചു. പപ്പയ്ക്ക് എന്താ പറ്റിയത്? ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത്. അദ്ദേഹം ഒരു ഡീസന്റ് മനുഷ്യനാണ്. പപ്പയേക്കാൾ പ്രായമുണ്ട്. എല്ലാവരെയും സംശയം. എന്തൊരു കഷ്ടമാണിത്. അവരുടെ വർക്കിംഗ് ടൈം 9:30 വരെയാണ്. ഷോപ്പ് ക്ലോസ് ചെയ്യുന്നവരെ ജോലി ചെയ്യാൻ ഒരാളെയാണ് അവർ നോക്കുന്നത്. അത്രയേ ഉള്ളൂ. അവൾ തലയിൽ കൈവച്ചു. നിനക്കെന്തറിയാം മോളെ? വാൾട്ടറിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉതിർന്നു. ഒരു പോറൽ പോലും വീഴാതെയാ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നേ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞാനെന്തായാലും അയാളെ ഒന്നുപോയി കാണുന്നുണ്ട്. ഒരു മാൻ ടു മാൻ സംസാരം ആവശ്യമാണ്. ദൈവമേ! അവൾ സഹിക്കവയ്യാതെ തിരിഞ്ഞു നടന്നു. ഒന്നും പറയാൻ നിവൃത്തിയില്ല ഈ വീട്ടിൽ. എല്ലാവരെയും സംശയം. എല്ലാവരും ശത്രുക്കൾ. പപ്പ അടുത്തു തന്നെ മെൻ്റലാകും. ഉറപ്പാ എനിക്ക്. നോക്കിക്കോ. 18 വയസ്സ് തികയുന്ന നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങിയിരിക്കും. മടുത്തു ഞാൻ. പുറത്തേക്കിറങ്ങി അവൾ ദേഷ്യത്തോടെ വാതിൽ ശക്തിയായി വലിച്ചടച്ചു. വെറും $5000 മാത്രം വിലയുള്ള തൻ്റെ പഴഞ്ചൻ കാറും ഓടിച്ച് കോളേജിലേക്ക് തിരിച്ചപ്പോൾ സ്റ്റെല്ലയുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. ഇതാദ്യമായിട്ടല്ല. എപ്പോൾ വാൾട്ടറുമായി സംസാരിച്ചാലും അതിങ്ങനെയൊക്കെ അവസാനിക്കും. ഈയിടെയായി അവളുടെ ശരീര വളർച്ച അയാളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് പോലെ തോന്നിയിരുന്നു അവൾക്ക്. സദാസമയവും പപ്പ തന്നെ എവിടേക്കോ ഇരുന്ന് വീക്ഷിക്കുന്ന പോലെ ഒരു തോന്നൽ. കോളേജിലെത്തിയ അവൾ തൻ്റെ കൂട്ടുകാരി മെറിനെ പ്രതീക്ഷിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. സ്ഥിരം പതിവാണിത്. ആരാണോ ആദ്യം വരുന്നത് അയാൾ ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യും. ഇന്നെന്താ പ്രശ്നം? മെറിൻ അവളെ കണ്ടതും എണീറ്റ് വന്നു. പപ്പയോ മമ്മിയോ? ആരാ ഉടക്കിയേ? സ്റ്റെല്ല മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ബാഗിൽ നിന്ന് നേരത്തെ പപ്പ കൊടുത്ത ആ $100 എടുത്ത് മെറിന് നീട്ടി. എന്താ സ്റ്റെല്ല പ്രശ്നം? മെറിൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ഒരു കാര്യം ചോദിക്കട്ടെ? സ്റ്റെല്ല ശാന്തിയായിരുന്നു. നിന്റെ പപ്പയും നീയുമായിട്ട് വലിയ കൂട്ടല്ലേ? ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. അതെ. അതിന്? നിന്റെ എല്ലാ കാര്യങ്ങളും പപ്പ അന്വേഷിക്കാറുണ്ടോ? അത്യാവശ്യം. നീ കാര്യം പറ പെൺകുട്ടി. നിന്റെ പീരിയഡ്സിന്റെ ഡേറ്റ്സ് ഒക്കെ പപ്പയ്ക്ക് അറിയുമോ? വാട്ട്? മെറിൻ അമ്പരന്നുപോയി. അതെങ്ങനെ പപ്പയ്ക്കറിയും? അമ്മയ്ക്ക് ചിലപ്പോ. പക്ഷെ പപ്പ. ഛേ, നീ എന്തായി ചോദിച്ചേ? അവൾ ആകെ അസ്വസ്ഥതയായി. നിനക്കറിയണോ? എൻ്റെ പപ്പ അതിൻ്റെ എല്ലാം കണക്കെടുത്താ നടക്കുന്നത്. സ്റ്റെല്ലയുടെ മുഖത്ത് ഒരു വല്ലാത്ത നിസ്സഹായ ഭാവമായിരുന്നു. ഇങ്ങനെയുള്ളൊരു ട്വിസ്റ്റഡ് മനുഷ്യൻ്റെ കൂടെയാ ഞാൻ ജീവിക്കുന്നത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? മരിച്ചാലോന്ന് വരെ തോന്നിപ്പോകുന്നു. മിണ്ടാൻ നിവൃത്തിയില്ല. എന്തു പറഞ്ഞാലും സംശയമാണ് അങ്ങേർക്ക്. എൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല മെറിൻ. എന്നെ എന്തോ പ്രത്യേക ഉദ്ദേശത്തിന് വളർത്തുന്ന പോലെയാ. അവസാനം എന്തോ ബലികെടുക്കാനോ മറ്റാണെന്ന് തോന്നും ചിലപ്പോൾ. അവൾ വിങ്ങിപ്പൊട്ടി. സ്റ്റെല്ല! പുറകിൽ നിന്നും ആ വിളി കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു. പ്രൊഫസർ സ്റ്റീവ് ലർക്കിൻ, അവരുടെ ഫിസിക്സ് പ്രൊഫസറാണ്. എന്നോട് ക്ഷമിക്കണം. അയാൾ അവളോട് അടുത്തു നിന്നു. എല്ലാം ഞാൻ കേട്ടു. അറിയാതെ പറ്റിയതാ. സോറി.
നോ പ്രോബ്ലം മിസ്റ്റർ ലർക്കിൻ. സ്റ്റെല്ലയുടെ ചുണ്ടുകൾ വിറച്ചു. ഞാൻ താങ്കളെ കണ്ടിരുന്നില്ല. സ്റ്റെല്ലയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് സംസാരിക്കാം. ഡൊമസ്റ്റിക് ഇഷ്യൂ ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് പഠനത്തെ ബാധിക്കും. വൈകിട്ട് 4 മണിക്ക് ശേഷം എൻ്റെ ക്യാബിനിലേക്ക് വരൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കോസ്റ്റയിൽ വെച്ച് കാണാം. അവിടെയാകുമ്പോൾ പ്രൈവസി കിട്ടും. പ്രശസ്തമായ ഒരു അമേരിക്കൻ കോഫി ഷോപ്പ് ശൃംഖലയാണ് കോസ്റ്റ കഫേ. സ്റ്റെല്ല എന്താണ് പറയേണ്ടതെന്നറിയാതെ കുഴങ്ങി. അവൾ വരും മിസ്റ്റർ ലർക്കിൻ. മെറിൻ ഇടയ്ക്ക് കയറി. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിറഞ്ഞ പുഞ്ചിരിയുണ്ടായിരുന്നു മെറിൻ്റെ മുഖത്ത്. അദ്ദേഹം അവരെ കടന്നു മുന്നോട്ട് പോയതും മെറിൻ സ്റ്റെല്ലയെ വട്ടം പിടിച്ചു. വാട്ട് എ ലക്കി ഗേൾ. അങ്ങേരെയൊക്കെ ഒന്ന് അടുത്ത് കിട്ടുക എന്ന് വെച്ചാൽ ഹോ, നീ ഒരു ഭാഗ്യവതി തന്നെ മോളെ. ആ കോളേജിലെ മിക്ക പെൺകുട്ടികളുടെയും സ്വപ്ന കാമുകനാണ് പ്രൊഫസർ സ്റ്റീവ് ലർക്കിൻ. 46 വയസ്സാണ്. ഡൈവോഴ്സ്ഡ് ആണ്. പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എല്ലാം അറിയാം. പക്ഷേ ആ പേഴ്സണാലിറ്റി. പെൺകുട്ടികൾ മരിക്കും അദ്ദേഹത്തിന് വേണ്ടി. പക്ഷെ ഇന്നുവരെയും ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ഒരു ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല അദ്ദേഹം. സ്റ്റെല്ലയും വ്യത്യസ്തയായിരുന്നില്ല. അവൾക്കും പ്രൊഫസറെ ഇഷ്ടമായിരുന്നു. പേടിയും ബഹുമാനവും ഒക്കെ കലർന്ന ഒരു തരം വല്ലാത്ത ഇഷ്ടം. ഞാൻ എന്താ പറയുക അദ്ദേഹത്തോട്? പേടിച്ചിട്ട് എനിക്കൊരു വാക്ക് പോലും വെളിയിൽ വരുമെന്ന് തോന്നുന്നില്ല. സ്റ്റെല്ല ആകെ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. നീ ഒന്നും പറയണ്ട, അദ്ദേഹം പറഞ്ഞോളും. നീ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ആ കണ്ണുകളിലേക്ക് തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കി ലയിച്ചങ്ങനെ ഇരുന്നാ മതി. മെറിൻ ആ പോസ് കാണിച്ചു കൊടുത്തു. പോ പിശാചേ. സ്റ്റെല്ല അവളുടെ കവിളിൽ ചെറുതായി ഒരു അടി കൊടുത്തു. എൻ്റെ പപ്പയുടെ പ്രായമുണ്ട്. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ല. അദ്ദേഹം ഇതൊന്നും മനസ്സിൽ പോലും കരുതുന്നുണ്ടാകില്ല. എന്തായാലും അങ്ങേർക്ക് നിന്നോടെന്തോ സോഫ്റ്റ് കോർണറുണ്ട്. ഞാൻ മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്. മെറിൻ കുസൃതി ചിരിയോടെ സ്റ്റെല്ലയെ അടിമുടി നോക്കി. അതിന് കാരണമുണ്ടെന്ന് വെച്ചോ? അന്നത്തെ ദിവസം ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്നതായി തോന്നി സ്റ്റെല്ലയ്ക്ക്. വൈകിട്ടത്തെ കാര്യമോർത്തിട്ട് അവൾക്കൊരു സമാധാനവും കിട്ടിയില്ല. പല പ്രാവശ്യം അവൾ ആ കൂടിക്കാഴ്ച മനസ്സിൽ റിഹേഴ്സ് ചെയ്തു നോക്കി. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും തന്റെ മറുപടികളുമെല്ലാം അവൾ പലതവണ മനസ്സിലുരുവിട്ടു. ഒരു സ്വപ്ന ലോകത്തായിരുന്നു അവൾ അന്നു മുഴുവനും. അങ്ങനെ 4 മണിയായി. പടപടമിടിക്കുന്ന ഹൃദയത്തോടെ അവൾ കോസ്റ്റ കഫേ ലക്ഷ്യമാക്കി തന്റെ കാർ ഓടിച്ചു. കഷ്ടി ഒരു ഫർലോങ് എത്തിയപ്പോഴേക്കും പ്രൊഫസറുടെ മെഴ്സിഡീസ് ബെൻസ് അവളുടെ കാറിനെ മറികടന്നുപോയി. അവളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ തന്നെയാണ് കോസ്റ്റ. വർഷങ്ങളായി അതിലെ സഞ്ചരിക്കുന്നു. എങ്കിലും അവൾ ഇന്നുവരെ അതിനുള്ളിൽ പോയിട്ടില്ല. അതേ കെട്ടിടത്തിന്റെ മറ്റേ അറ്റത്തുള്ള ഒരു ചെറുകിട കോഫി ഷോപ്പിലായിരുന്നു അവൾ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നത്. അവിടെ സാധാരണക്കാരാണ് അധികവും വരാറ്. പക്ഷേ കോസ്റ്റ ഒരൽപ്പം ചിലവ് കൂടുതലാണ്. സാധാ ജോലിക്കാർക്ക് താങ്ങാനായെന്നു വരില്ല. ഉള്ളിൽ കൗണ്ടറിനടുത്ത് പ്രൊഫസർ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അദ്ദേഹം ഏറ്റവും പുറകിലായി ഒരു പ്രൈവറ്റ് ബൂത്തിലേക്ക് നടന്നു. ആകെ ഇരുട്ടാണവിടെ. സ്റ്റെല്ലയ്ക്ക് എന്തോ ഒരു ഭയം തോന്നി. അവൾ സംശയത്തോടെയാണ് അദ്ദേഹത്തെ പിന്തുടർന്നത്. കമിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ആ ബൂത്ത്. പുറത്തുനിന്ന് ആരുടെയും കണ്ണെത്തില്ല അവിടേക്ക്. കറുത്ത ഗ്ലാസ് കൊണ്ടുള്ള പാർട്ടീഷനുകൾക്കപ്പുറമാണ് സീറ്റുകൾ. വളരെ സ്വകാര്യമായി 2 പേർക്ക് സന്ധിക്കാൻ പറ്റിയ ഇടം. അയാൾക്ക് എതിർവശത്തായിരിക്കുമ്പോൾ സ്റ്റെല്ലയുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പറയൂ കുട്ടി, എന്താ കഴിക്കുന്നത്? എനിക്കൊന്നും വേണ്ട മിസ്റ്റർ ലർക്കിൻ. എനിക്കിവിടെയൊക്കെ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഹ. അയാൾ കൈയെത്തിച്ച് അവളുടെ കവിളിൽ തലോടി. കാപ്പിച്ചിനോ പറയാം, അതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അയാൾ ഒരു വെയിറ്ററെ നോക്കി കൈവീശി. കോഫി ഓർഡർ ചെയ്തതിനു ശേഷം അദ്ദേഹം പതിയെ എഴുന്നേറ്റ് അവളിരുന്ന സൈഡിൽ സോഫയിൽ വന്നിരുന്നു. ഇങ്ങനെ അടുത്തിരുന്നില്ലെങ്കിൽ ഉറക്കെ സംസാരിക്കേണ്ടി വരും. ആരെങ്കിലുമൊക്കെ കേൾക്കും. അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. സ്റ്റെല്ലയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി തുടങ്ങിയിരുന്നു. മനസ്സിൽ ബഹുമാനത്തിന്റെ അങ്ങേയറ്റത്ത് പ്രതിഷ്ഠിച്ച ഒരാളാണ്. എന്തോ പ്രശ്നമുണ്ട്. മിസ്റ്റർ ലർക്കിൻ, നമുക്ക് വേറൊരു ദിവസം കണ്ടാലോ? അവൾക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. എന്തുപറ്റി? ഞാൻ എൻ്റെ എല്ലാ എൻഗേജ്മെന്റുകളും മാറ്റിവെച്ച് സ്റ്റെല്ലയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അവൾക്ക് തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയില്ലായിരുന്നു. എനിക്കറിയാം സ്റ്റെല്ല, പേടിയാണ് തനിക്ക്. യു സീ, തൻ്റെ പപ്പ തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ കേട്ടത് മാത്രമല്ല, തൻ്റെ പപ്പായെപ്പറ്റി നാട്ടുകാർക്കിടയിൽ പല കഥകളുമുണ്ട്. താൻ അനുഭവിക്കുന്ന സംഘർഷം എനിക്ക് മനസ്സിലാകും. ഐ ഫീൽ സോറി ഫോർ യു. അയാൾ വീണ്ടും അവളുടെ കവിളുകളിൽ തൊട്ടു. സ്റ്റെല്ല കണ്ണുകൾ ഇറുക്കി അടച്ചു.
ആ, കോഫി വന്നല്ലോ. ഇനി അത് കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. തൊട്ടുപിറകിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അയാൾ കൈവലിച്ചു. എന്നാൽ തിരിഞ്ഞു നോക്കിയ പ്രൊഫസർ അമ്പരന്നു. ആരാ നിങ്ങൾ? ഞാൻ കരുതി വെയിറ്റർ ആയിരിക്കുമെന്ന്. ഇതൊരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ പ്ലീസ്. ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. നിങ്ങളോടല്ലേ പറഞ്ഞത്? പ്രൊഫസറുടെ ശബ്ദമുയർന്നു. തനിക്ക് സാമാന്യ മര്യാദയില്ലേ? അതിന് മറുപടി എന്നോണം ആ മനുഷ്യൻ ഒന്നു മുരടാനാക്കി. ആ നിമിഷം, ആ ശബ്ദം കേട്ട ക്ഷണത്തിൽ ഒരു പ്രേതത്തെ കണ്ടാലെന്ന വണ്ണം സ്റ്റെല്ല നടുങ്ങി വിറച്ചുപോയി. പാപ്പാ. അവളുടെ ചുണ്ടുകൾ ചലിച്ചെങ്കിലും ശബ്ദം വെളിയിൽ വന്നില്ല.